നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിലെ ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവേ ഭാരതത്തെ ഇകഴ്ത്തിയുള്ള പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. വിദേശവേദിയിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവന രാഹുൽ ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. ഇവിടെ കൃത്യതയില്ലാത്തതും തെറ്റായതുമായ കണക്കുകൾ പറഞ്ഞ് ഉൽപാദന രംഗത്ത് ഭാരതം പരാജയമാണെന്ന് സ്ഥാപിക്കുന്നതിനോടൊപ്പം ചൈനയെ പുകഴ്ത്താനും രാഹുൽ പ്രത്യേക താൽപര്യം കാണിച്ചു. ഇന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുകയാണ്. രാജ്യവിരുദ്ധത ആലങ്കാരികമോ? ചൈനയെ പ്രകീർത്തിക്കുന്നത് എന്തിന്? ഭാരതത്തെ അപമാനിക്കുന്ന ശൈലി രാഹുൽ പതിവാക്കിയിരിക്കുന്നത് ആർക്കുവേണ്ടി? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി KVS ഹരിദാസ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഡോക്ടർ സോയ ജോസഫ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ KVS ഹരിദാസ്, രാഹുൽ ഇതിനു മുൻപും ഭാരതത്തെ ഇകഴ്ത്തി വിദേശവേദികളിലടക്കം സംസാരിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് അമേരിക്കയിലെ ടെക്സസിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ഉൽപാദന രംഗത്ത് ഭാരതം താഴ്ചയിലേക്കാണ്, അതേസമയം അവിടെ ചൈന വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം നിരത്തിയ കണക്കുകളൊക്കെ വസ്തുതാവിരുദ്ധവും ആയിരുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഓരോ ഘട്ടങ്ങളിലും എടുക്കുന്ന നിലപാടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ മക്കളാണ് എന്നതാണ് സങ്കല്പം. ഈ നാടിനെ മാതൃഭൂമിയായിട്ട് കാണുന്നവരാണ് ഭാരതീയരൊക്കെ. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായ ഒരു സമീപനം ഇന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വീകരിച്ചു വരുന്നു. എവിടെ പോയാലും, വിദേശത്ത് പോയിട്ടായാലും നമ്മുടെ നാടിനെ ഇകഴ്ത്തി കാണിക്കാൻ, അപമാനിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക എന്നതാണ് ഇവരെടുക്കുന്ന സമീപനം. അതുകൊണ്ട് ഇവർക്ക് എന്താ നേടാൻ കഴിയുക എന്നത് വേറൊരു കാര്യം. ഇതേ കാഴ്ചപ്പാട് അവർ ഇന്ത്യയിൽ പ്രയോഗിക്കുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇവരെന്തെല്ലാം ചെയ്തിട്ടും നമ്മൾ കോൺഗ്രസിനുണ്ടായ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യമാവും. എന്താ പറഞ്ഞ് കോൺഗ്രസിന് കിട്ടിയത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 136 സീറ്റോ മറ്റാണ് കോൺഗ്രസിന് ഏറ്റവും കുറച്ച് കിട്ടിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് 98-99 സീറ്റാണ്. അപ്പോൾ അതാണ് ജനങ്ങൾ ഇവർക്ക് നൽകുന്ന സ്വീകാര്യത, ജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള സ്വീകാര്യത. അത് മറന്നുകൂടാ നമ്മൾ ആരും തന്നെ. അതുകൊണ്ട് ഇവരെന്തെല്ലാം കള്ളപ്രചരണം നടത്തിയാലും അതിന് ഇന്ത്യയിൽ വില പോകുന്നില്ല. പക്ഷേ ഇത് വിദേശത്ത് പോയി ഇന്ത്യയെ ഇകഴ്ത്താൻ, ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ. പക്ഷേ ഈ വിദേശത്തുള്ള ഇന്ത്യക്കാരും നമ്മൾ നരേന്ദ്രമോദിയുടെയൊക്കെ പ്രവാസ യാത്രകളിൽ, വിദേശ യാത്രകളിൽ കാണുന്ന ഒരു ചിത്രം കണ്ടിട്ടില്ലേ പലപ്പോഴും? മോഡിയെ എത്ര അന്തസ്സോടു കൂടിയിട്ടാണ്, അഭിമാനത്തോടു കൂടിയിട്ടാണ് അവർ വരവേൽക്കാറുള്ളത്. ഇന്ത്യയുടെ ഒരു സ്വാഭിമാനത്തിൻ്റെ ചിത്രമാണ് നമ്മളവിടെ കാണാറുള്ളത് പലപ്പോഴും. അതിനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ഇദ്ദേഹം വിചാരിച്ചാൽ നടക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് മാത്രമല്ല, ഇവർ ഏത് ഘട്ടത്തിലും ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരിക്കൽ ഒരു കരാറുണ്ടാക്കിയത് നമുക്കറിയാം, കോൺഗ്രസ് ഉണ്ടാക്കിയ കരാർ. ആ കരാറിൻ്റെ കോപ്പി നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ഈ കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും, ഈ നെഹ്റു പരിവാർ എന്ന് പറയുന്ന നേതാക്കന്മാരും ചൈന എടുക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കുകയും അതിനൊപ്പം നിൽക്കാൻ
അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചൈന ഇന്ത്യക്കെതിരായിട്ട് നടത്തുന്ന ഓരോ നീക്കത്തെയും പിന്തുണയ്ക്കാൻ, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പിന്തുണയ്ക്കാൻ ഇവർ ശ്രമിച്ചതും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇവരുടെ നിലപാടുകൾ സംശയാസ്പദമാണ്, രാജ്യസ്നേഹത്തിന് ഉതകുന്നതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു പുതിയ രൂപമാണ് നമ്മൾ ഇന്ന് ടെക്സാസിൽ കണ്ടത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെയൊക്കെ ഒപ്പം അവരൊരു വിഘടനവാദത്തിനെതിരായിട്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നില്ലേ? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നു മാവോയിസ്റ്റുകളുമായിട്ടുള്ള ഇവരുടെ ചങ്ങാത്തം, ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള ഇവരുടെ ചങ്ങാത്തം, ഇന്ത്യയെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ജിഹാദി ശക്തികളുമായിട്ടുള്ള ഇവരുടെ കൈകോർക്കൽ, ഇതൊക്കെ രാജ്യത്ത് കാണുന്നുണ്ട്. ഈ ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അധോലോക സംഘങ്ങളുമായിട്ടുള്ള ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അമിതമായ ചങ്ങാത്തം അത് അപകടകരമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഈ കുടുംബത്തിലെ 2 നേതാക്കന്മാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ തന്നെ പെട്ട 2 നേതാക്കന്മാർ ഭീകര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊല ചെയ്യപ്പെട്ടവരാണ്, മരണമടഞ്ഞവരാണ്. അതെങ്കിലും ഇവർ ഓർക്കണ്ടേ? എന്നിട്ടെങ്കിലും ഈ ഭീകരതയ്ക്കെതിരായിട്ട് തല ഉയർത്തി നിൽക്കണം എന്ന് ചിന്തിക്കണ്ടേ? അതും കാണുന്നില്ല. അപകടകരമായ വളരെ വളരെ ആശങ്കാകുലമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അതിർത്തി വിഷയങ്ങളിൽ ഉൾപ്പെടെ പലപ്പോഴും വിദേശത്ത് പോയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ രാജ്യവിരുദ്ധമാവുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്? അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഉൽപാദനക്ഷമതയിൽ ഭാരതത്തെ ഇകഴ്ത്തിയപ്പോൾ കാണിച്ച കണക്കുകളൊക്കെ വസ്തുതാവിരുദ്ധവും കൂടിയായിരുന്നു. ചൈന എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമെന്നും അവരുടെ എക്കണോമിക് ക്രൈസിസ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ. അവിടെയാണ് ഭാരതത്തിൻ്റെ ഉൽപാദനക്ഷമത പരാജയവും ചൈനയുടെ ഉൽപാദനക്ഷമത കേമവും എന്ന് രാഹുൽ പറയുന്നത്. അതുമാത്രമല്ല, വസ്ത്രം, ഫോണ്, ഫേർണിച്ചർ ഇവയൊക്കെ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ത്യക്ക് ലോകത്ത് പെർമിറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്, പക്ഷേ ചൈനയ്ക്കും വിയറ്റ്നാമിനുമൊക്കെ മറ്റ് രാജ്യങ്ങളുടെ പെർമിറ്റ് വളരെ വേഗമാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് നേതാവ് മാത്രമല്ല, ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അതിനർത്ഥം രാഹുൽ ഗാന്ധി ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഔപചാരിക എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്ത് സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ചില ഡിക്കോറം, ഡിസിപ്ലിൻ ആൻഡ് അതുപോലെയുള്ള കാര്യങ്ങൾ. ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ സർക്കാരിനെയോ വ്യവസ്ഥയോ ഒക്കെ വിമർശിക്കുന്നത് തീർച്ചയായും അതൊരു ജനാധിപത്യ ക്രമത്തിൽ അംഗീകൃതമായ പ്രവണത തന്നെയാണ്. പക്ഷേ നമ്മുടെ ഘടനയെ, നമ്മുടെ സംവിധാനങ്ങളെ, നടത്തിപ്പ് വശങ്ങളെ എല്ലാം തന്നെ വിമർശിക്കുന്ന ഒരു മോഡിലായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി. അത് ആദ്യം അദ്ദേഹത്തിൻ്റെ സന്ദർശനം തുടങ്ങിയത് ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ അമേരിക്ക സന്ദർശനമാണ്. ഒരു വിദേശ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പോകുന്ന വലിയ ഒരു സന്ദർശന വേള തന്നെയാണ്. അതുകൊണ്ട് ലോകം വളരെയധികം, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അമേരിക്ക അതിന് വേണ്ട ഗൗരവം കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രതിനിധികളെ നാളെയാണ് കാണുന്നത്. അത് വാഷിങ്ടൺ DC-യിൽ വെച്ചാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് 3 ദിവസത്തെ സന്ദർശനമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിച്ചത് 2 വേദികളിലാണ്. അതിലൊന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസാരിച്ചു. പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഒരു ഇൻ്ററാക്റ്റീവ് സെഷനിൽ ഏർപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു മോഡറേറ്റർ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ചില അപകടകരമായ ചില വാക്കുകൾ ഉണ്ടാകുന്നത്.
അത് ഒരു പരിധിവരെ ഒരു സംഘപരിവാർ സംഘടനകളെ, പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ എടുത്തത്. അതായത് ഇന്ത്യയിലെ വനിതകൾക്ക് കുറിച്ചുള്ള RSSന്റെ നിലപാട്, അവരെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനുള്ളവരാണ്, അന്നത്തെ ആഹാരം മാത്രം ഉണ്ടാക്കി ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളവരാണ്. പക്ഷേ അത് BJPയുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ NDAയുടെ ഭരണകാലത്ത് ഈ വനിതാ റിസർവേഷൻ, വിമൻസ് റിസർവേഷൻ ബിൽ പാസ്സായ കാര്യമൊന്നും യഥാർത്ഥത്തിൽ ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഒരു പരിധിവരെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ ആക്രമിക്കുന്നു. ഓർക്കൂ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നയിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരിക്കും, സർക്കാരായിരിക്കാം. പക്ഷേ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്ററി പ്രാക്ടീസാണ്, വെസ്റ്റ് മിനിസ്റ്റർ മോഡലാണ്. അവിടെ വെസ്റ്റ് മിനിസ്റ്റർ മോഡലിൽ ഹിസ് മെജസ്റ്റീസ് അല്ലെങ്കിൽ ഹെർ മെജസ്റ്റീസ് റൂളിംഗ് പാർട്ടി ആൻഡ് ഹെർ മെജസ്റ്റീസ് ഓപ്പോസിഷൻ രണ്ടും എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ആ ഒരു പ്രിൻസിപ്പിൾ മറന്നുകൊണ്ടാണ് ആഭ്യന്തരമായ ഒരു സാംസ്കാരിക സംവിധാനത്തെക്കുറിച്ച് വിദേശത്തൊരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അനൗചിത്യം ഓർത്തില്ല. അതൊരു കാര്യം. രണ്ട്, അദ്ദേഹം ഭാരതം എന്ന ആശയത്തെക്കുറിച്ച്, അവിടെയാണ് ഏറ്റവും അധികം ആഴത്തിലുള്ള മുറിവേൽക്കുന്നത്. എവിടെയാണ് ഈ ഭാരതം എന്ന ആശയം RSSന്റെ ഒരു മോണോലിത്തിക് ഒരു ഐഡിയ ആണ്. അപ്പോൾ ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങളെ സാംസ്കാരികമായ, പ്രാദേശികമായ, ജാതീയമായ, മതപരമായ, ഭാഷാപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു ചിന്താധാരയല്ല ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഉൾക്കൊള്ളലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഒരു സംസ്കാരം നൽകാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് എന്ന് പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ, അതായത് ഓവർസീസ് കോൺഗ്രസിൻ്റെ, അത് സാം പിത്രോഡയൊക്കെ നയിക്കുന്ന സംഘടനയാണല്ലോ ഓവർസീസ് കോൺഗ്രസ്. കുറച്ചു കാലം സാം പിത്രോദയെ മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില അബദ്ധ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും എന്ന് കണ്ടുകൊണ്ട് ശ്രീ സാം പിത്രോദയെ മാറ്റി നിർത്തി ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്കയിൽ ഇന്ത്യയുടെ ഡയസ്പോറയുടെ നല്ല പങ്കും, അപ്പോൾ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു നല്ല പങ്കും ഗൾഫ് രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ലിമിറ്റഡ് തോതിലേ നടക്കും. അതുകൊണ്ട് അമേരിക്കയിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല 49 ലക്ഷം ഇന്ത്യൻ വംശജരുണ്ട്, ഇന്ത്യൻ ഡയസ്പോറ. അവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലായിരിക്കാം, പക്ഷേ ഇന്ത്യൻ വംശജരായ ആളുകളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കി ഇന്ത്യയെക്കുറിച്ച് മറ്റൊരു ചിത്രം അമേരിക്കയ്ക്ക് നൽകുകയാണ്, പാശ്ചാത്യ ലോകത്ത് നൽകുകയാണ്, പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. അവിടെയാണ് അപകടം. അവിടെ ഓർക്കൂ, ചൈനയെക്കുറിച്ച് വന്ന പരാമർശം, ഇവിടെ വന്ന പരാമർശമാണ് ചൈന. അപ്പം അതാണ് ചോദിച്ച ചോദ്യം. ചൈനയെക്കുറിച്ച് എന്തിന് രാഹുൽ ഗാന്ധി അവിടെ പരാമർശിച്ചു എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ചോദിച്ച, ഞാൻ അതിൻ്റെ ഫുൾ സ്പീച്ച് കേട്ടതാണ്. അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഭാരതത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും ജോബ് സെഗ്മെൻറ്റിനെക്കുറിച്ചുമുള്ള ഒരു വളരെ ഇന്നോക്ഷിയസ് ഒരു ചോദ്യമാണ്. അപകടകരമായ ഒരു ചോദ്യമായിരുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ച ആ ഒരു രീതി എന്ന് പറയുമ്പോൾ, പ്രൊഡക്ടിവിറ്റി, ഇവിടെ നല്ല സ്കില്ലുണ്ട്, ഭാരതത്തിന് സ്കിൽഫുള്ളായ ചെറുപ്പക്കാരുണ്ട്, അത് നല്ല എണ്ണമുണ്ട്, അത് മാത്രമല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മറ്റേത് മറിച്ച് എല്ലാം ഉണ്ട്. പക്ഷേ ആ സ്കില്ലിനെ ബഹുമാനിക്കാൻ തക്ക ഒരു സംസ്കാരം ഭാരതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ, അതൊരു സ്വന്തം രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വികലമായ വീക്ഷണമായി കേട്ടിരിക്കുന്നവർക്ക് തോന്നാം. അത് മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവരെയൊന്നും ബഹുമാനിക്കുന്നില്ല. അത് മാത്രമല്ല, പൊതുവേ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ബഹുമാനം, മനുഷ്യസ്നേഹം ഇതൊന്നുമില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ഈ ചോദ്യത്തെ താങ്കൾ പറഞ്ഞതുപോലെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യങ്ങൾ, അത് അതിനൊരു സൂചനയായിട്ട് വരും. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ടോൺ ആൻഡ് ടെനർ പ്രസംഗം തന്നെ തുടങ്ങി വെച്ചത് ഈ ലവ്, റെസ്പെക്ട് ആൻഡ് ഹ്യൂമിലിറ്റി, ഈ 3 സങ്കല്പങ്ങളാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നല്ല, സ്നേഹവും ബഹുമാനവും ഒരു എളിമയും ഇതെല്ലാമാണ് ദ്യോതിപ്പിക്കുന്നത്. പക്ഷേ ആ കാര്യം പ്രവർത്തനത്തിലും വിദേശത്ത് പോകുമ്പോഴും ഈ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ഭരണപക്ഷം, പക്ഷേ അദ്ദേഹം അതേ ശ്വാസത്തിൽ പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ അതിന് മുൻപുള്ള 10 വർഷത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനെ കുറിച്ചുള്ള പോരായ്മകൾ എണ്ണിപ്പറഞ്ഞതായ ആരോപണം ഉന്നയിച്ചതിന് ശേഷം തന്നെയാണ് പറയുന്നത്,
ഈ കാലത്ത് എനിക്ക് പറയാനുള്ളത് ഈ സ്നേഹത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വർക്ക് കൾച്ചറിനെ കുറിച്ചും ആ വർക്ക് കൾച്ചറിന്റെ പോരായ്മയെക്കുറിച്ചും ചൈനയിൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ സംസ്കാരമുണ്ട് എന്നും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നും. പക്ഷേ ചൈനയുടെ പ്രൊഡക്ടിവിറ്റി ഒരു എണ്ണത്തിൻ്റെ കണക്കിൽ പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ചൈനയുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈനയെക്കാളും ഗ്രോത്ത് ഭാവിയിൽ പ്രൊഡിക്റ്റ് ചെയ്യപ്പെടുന്നത് ഭാരതത്തിൽ തന്നെയാണ്. ചൈന ഒരുപക്ഷെ 17 ട്രില്യൺ ഇക്കോണമി ആയിരിക്കാം, ഭാരതം 4 ട്രില്യന് താഴെ നിൽക്കുകയാണ്. പക്ഷേ ഗ്രോത്ത് കർവിൽ ഇന്ത്യ തന്നെയാണ്, ഗ്രാഫ് മുകളിലോട്ട് ഇന്ത്യയുടെ തന്നെയാണ്. ചൈന ആ ഒരു വൺ ചൈൽഡ് പോളിസിയുടെ തിക്തഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ചൈനയേക്കാൾ മെച്ചപ്പെട്ട തോതിലാണ് ഭാരതം ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചൈനയെ പ്രകീർത്തിക്കുന്ന ഒരു നിലപാട് സ്വല്പം അലോസരം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം സ്വല്പം അലോസരം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതെ. ഡോക്ടർ സോയ ജോസഫ്, ഇവിടെ രാഹുലിൻ്റെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് അദ്ദേഹം ഉയർത്തിയ ചില കണക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ നമുക്കും ചില കണക്കുകൾ പറയേണ്ടി വരും. അതായത് 6 ദിവസം മുൻപാണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു കണക്കനുസരിച്ച് രാജ്യത്തെ ഫിസ്ക്കൽ ഇയർ 7% ഉയർന്നിട്ടുണ്ട്, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ ആ സ്ഥാനത്ത് ഭാരതം നിൽക്കുമ്പോൾ അതേ കണക്കുകൾ തന്നെയാണ് നേരത്തെ ചൈന കൈവരിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നത്. 5.1 എന്ന് പറയുന്നിടത്ത് വെറും 4.7 മാത്രമേ അവർ കൈവരിച്ചിട്ടുള്ളൂ എന്നും പറയുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഉൽപാദന രംഗത്ത് ഭാരതം പരാജയമെന്നും ചൈന വിജയമെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചത്? ആദ്യം തന്നെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു ടൈറ്റിൽ രാഹുൽ രാജ്യവിരുദ്ധനോ, അപ്പോ ഈ പറയുന്നത് പോലെ എത്ര മോശപ്പെട്ട രീതിയിലാണ് ഇത്തരം ഒരു ചർച്ചയെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ. കാരണം ഞാൻ ആ പ്രസംഗം മുഴുവനായി കേട്ട ഒരാളാണ്. വളരെ കൃത്യമായി ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ മാനുഫാക്ചറിങ്ങിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ സ്കില്ലുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്തരമൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല. ഇവിടെ സ്കില്ലുള്ള ആളുകളുണ്ട്, പക്ഷെ അത്തരം സ്കില്ലിനെ കണ്ടെത്താനും അതിനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനും സർക്കാരുകൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചു വെക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശ്രീമതി ഹിസോയ, ഇവിടെ അപ്പോൾ ഈ നൈപുണ്യ വികസന കമ്മിറ്റിയും സമിതിയും ഒക്കെ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതാണോ? ഇവിടെ എവിടെയാണ് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നത്? സ്കിൽഡ് ലേബറേഴ്സിനെ നമ്മൾ എവിടെയാണ് സൈഡ് ലൈൻ ചെയ്യുന്നത്? അങ്ങനെയാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ കൃത്യമായി അതിനുള്ള മറുപടി പറയും. ഇവിടെ നൈപുണ്യ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു, നൈപുണ്യ വികസനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 5-6 മാസങ്ങൾക്ക് മുൻപാണല്ലോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു കണക്ക് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ സംബന്ധിച്ച് വന്നത്. ഞാനും നിങ്ങളും ആ കണക്ക് കണ്ടതാണ്. 35% നിന്ന് 70% കുതിക്കുന്ന അൺഎംപ്ലോയ്മെന്റിന്റെ കണക്കുകൾ നമ്മൾ കണ്ടു. 45 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയുടെ നിരക്ക് ഈ രാജ്യത്ത് രേഖപ്പെടുത്തുന്നു. വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ആളുകളുടെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ നിലവാരം മോശമുള്ള ആളുകളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുന്നു. അണ്ടർ എംപ്ലോയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് തുടരുന്നു എന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ RSSന്റെ സർക്കാർ, BJPയുടെ സർക്കാർ ഈ രാജ്യത്തെ പറ്റിയുള്ള വിദേശ ഏജൻസികളുടെ പഠനങ്ങൾ, വിദേശ ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസികൾ എന്നല്ല അതിന്റെ അർത്ഥം. ഈ രാജ്യത്ത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലെ UN-ന്റെ സംവിധാനത്തിലുള്ള പല ഏജൻസികളും നടത്തുന്ന പഠനങ്ങളെ വലിയ രീതിയിൽ റദ്ദ് ചെയ്യുകയും നിരാകരിക്കുകയും ഇതിനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും നിങ്ങൾ ഒപ്പിട്ട് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭരണകൂടം ഒപ്പിട്ട് വെച്ചത് കൊണ്ട് ഇതൊന്നും ഇല്ലാതാകുന്നില്ല. വളരെ കൃത്യമായ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്കറിയാം. അത് പബ്ലിക് സെക്ടറിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ. കാരണം നിങ്ങളുടെ റെയിൽവേ മന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ തൊഴിൽ വിഭവ വകുപ്പ് മന്ത്രി തന്നെയാണ് 10 ലക്ഷത്തോളം ഒഴിവുകൾ പരിഹരിക്കപ്പെടാനുണ്ടെന്ന് പറയുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ട്. അത്തരം ഒരു നിരാശ തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 2014 മുൻപ് ഇത് വളരെ നല്ല രീതിയിലായിരുന്നു. ഈ ഉത്പാദനക്ഷമത എന്നൊക്കെ പറയുന്നത് രാജ്യം വർഷങ്ങൾ കൊണ്ട് ആർജിക്കുന്നതാണ്, അല്ലാതെ 2014 ശേഷം മാത്രം എടുക്കാവുന്ന കണക്കുകളല്ലല്ലോ അത്.
പരാമർശം എന്താണെന്ന് ഞാൻ പറയട്ടെ. അദ്ദേഹം സെൽഫോണുമായി, നിങ്ങൾ തന്നെ പറഞ്ഞു സെൽഫോണിന്റെ പ്രൊഡക്ഷനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം സെൽഫോണിന്റെ പ്രൊഡക്ഷനെ പറ്റി എന്താണ് പറഞ്ഞത്? ഇത് ചൈന പോലെയുള്ള ഒരിടത്ത് സെൽഫോണിന്റെ അതിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഡിഫറെന്റ് കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ബാറ്ററിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിപ്പുകൾ ഉൾപ്പെടെ ഒരു മൊബൈൽ ഫോണിന്റെ വിവിധ ഘടകങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഇന്ത്യയിൽ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ അത് അസംബിൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവിടെയാണ്. നമ്മൾ അങ്ങനെ അസംബിൾ ചെയ്താൽ പോരാ, നമ്മൾ ബേസിക് കോമ്പോണൻസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറണം. നിങ്ങൾ ആദ്യമായി പ്രസംഗം കേൾക്കണം. നിങ്ങൾ എന്താണ് ചൈനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് കേൾക്കണം. സെൽഫോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇതിൽ പറഞ്ഞു. എന്താണ് സെൽഫോണുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. അപ്പൊ അത്തരത്തിൽ അസംബിൾ ചെയ്യുന്ന ഒരു രാജ്യമായി അല്ല ഇന്ത്യ മാറേണ്ടത്. ഇന്ത്യയിൽ അതിനുള്ള സ്കില്ലുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ത്യ ഈ ബേസിക് കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറണമെന്നുള്ള വലിയ വിഷനാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ശ്രീമതി സോയ ജോസഫ്, ഇവിടെ ഈ സെൽഫോൺ അസംബിൾ ചെയ്യുന്ന കാര്യത്തിൽ ഭാരതം വിജയം വരിക്കണമെന്ന് പറയുന്നതോടൊപ്പം പ്രതിരോധ മേഖലയിലെ വിജയം അദ്ദേഹം ബോധപൂർവം മറക്കുകയാണ്. അവിടെ ഫോണും ഫർണിച്ചറും ക്ലോത്തും ഒക്കെ ചൈന വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ 90% പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടി എന്നുള്ള കാര്യം പറയുന്നില്ല. അവിടെയാണ് ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ട് ചൈനയെ പുകഴ്ത്തുന്നത് എന്തിന് എന്ന് മാത്രമാണ് ചോദ്യം വരുന്നത്. സമീപനമായി അതിനെ എന്തിനാണ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ഗവൺമെന്റിനെ വിമർശിക്കുമ്പോ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് രാജ്യദ്രോഹിയായി മാറുന്നത്? നമുക്കൊക്കെ അറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു അന്നത്തെ ഏറ്റവും പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്കെതിരെ കളിയാക്കിക്കൊണ്ട് എഴുതണം, ഡോണ്ട് സ്പെയർ മീ. എന്നെയും നിങ്ങൾ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ ഒഴിവാക്കരുത്, എന്നെ വിമർശിക്കുന്നത് നിങ്ങൾ തുടരണം. ശ്രീമതി സോയ ജോസഫ്, വിമർശനങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, അത് ഏത് രാജ്യവും ചെയ്യുന്നതാണ്. പക്ഷേ അതിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത മാറുന്നത് ഒരു അന്യ രാജ്യത്ത് പോയിരുന്ന് അവരുടെ വേദിയിൽ പറയുമ്പോഴാണ്. അവിടെ ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ട് മാത്രം ഉൽപാദനക്ഷമതയിലും വികസനത്തിലും എക്കണോമിക് ഗ്രോത്തിലും എല്ലാം ഭാരതം ഇങ്ങനെ താഴോട്ട് പോകുന്നു എന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴാണ് ഈ വിമർശനമല്ല അത് മറ്റെന്തോ ഉദ്ദേശമാണ് എന്ന് പറയാൻ കഴിയുന്നത്. കാരണം അവിടെ ഇത്തരത്തിൽ ഭാരതത്തിന്റെ വികസന അജണ്ടയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം എന്തിനാണ് അവിടെ സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയം, RSSന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്? RSS സ്ത്രീകളോടുള്ള സമീപനം എന്ന് പറയുന്നത് അവർ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ വായിക്കാം. BJP and RSS believe that women should be restricted to specific roles. They should stay at home, cook food and not talk too much. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് RSS എപ്പോഴെങ്കിലും അജണ്ടയായി പറയുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താണ് ഈ ടെക്സാസ് എന്ന് പറയുന്ന വലിയ അല്ലെങ്കിൽ ഇത്ര പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അവർ ഈ രാജ്യത്തും ഈ ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്നാണോ ചിന്തിക്കുന്നത്? ഈ രാജ്യത്ത് ഒരു മണിപ്പൂര് അവർ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഈ രാജ്യത്ത് സ്ത്രീകളോട് RSSന്റെ സമീപനം അവരെന്താ മനസ്സിലാക്കുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സാക്ഷി മാലികിനെ പോലെയുള്ള സ്ത്രീകളെ അവരറിയുന്നില്ലേ? ദിനേശ് ഫോഗട്ടിനെ പോലെയുള്ള സ്ത്രീകളെ അവരറിയുന്നില്ലേ? മണിപ്പൂരിലെ കൂട്ടബലാത്സംഗത്തിനിരയായ സ്ത്രീകളെ അവരറിയുന്നില്ലേ? ബിൽക്കീസ് ബാനുവിനെ പോലെ നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളെ അവരറിയുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഈ ലോകം അറിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് RSSന്റെ സ്ത്രീകളോടുള്ള നിലപാടെന്ന് ഈ ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരാൾ ചെന്ന് പറഞ്ഞത് കൊണ്ടല്ല ഇതൊന്നും മനസ്സിലാക്കപ്പെടുന്നത്. ഇതൊക്കെ ലോകം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതൊന്നും മൂടി വെച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇത്തരത്തിൽ RSSന്റെ നയങ്ങളും RSSന്റെ തീരുമാനങ്ങളും RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഒക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഭയപ്പെടുന്നതിൽ അർത്ഥമില്ല. വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് തമിഴ്നാട് വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്, ബെല്ലാരി വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്, പൂനെ വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്ര വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പൊ സർക്കാരുകൾ വളരെ കൃത്യമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അവർക്ക് വളരെ കൃത്യമായി ടെക്നോളജി ഉപയോഗിച്ച് പണം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ പ്രസംഗത്തിനെ ഇത്തരത്തിൽ വളച്ചൊടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ കൃത്യമായി അതൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഈ രാജ്യത്തെ സംബന്ധിച്ച് ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ
ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ വിഷണറി ആയിട്ടുള്ള, കാരണം നാളെ ഈ രാജ്യം എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെ, തീർച്ചയായും സംസാരിക്കണം. പക്ഷേ അവിടെ ചൈനയെ ഉദാഹരണമാക്കുമ്പോഴാണ് എക്കാലത്തും ചൈന ഭാരതത്തിന് വിരുദ്ധമായുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിർത്തി വിഷയങ്ങളിൽ അടക്കം വലിയ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചൈനയെ പ്രകീർത്തിക്കുന്നത് എന്തിന് എന്നുള്ളത് തന്നെയാണ് വീണ്ടും ചോദ്യമായി അവശേഷിക്കുന്നത്. ശ്രീ KVS ഹരിദാസ്, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളൊക്കെ ആരോഗ്യകരമായ വിമർശനങ്ങളാണ്, അത് ആ അർത്ഥത്തിൽ എടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ വാദം. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്? അതെന്താ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്തെ? ഇന്ത്യയിൽ അദ്ദേഹം എന്ത് കോപ്രായം കാണിച്ചോട്ടെ, എന്ത് കള്ളത്തരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചോട്ടെ, പക്ഷെ വിദേശത്ത് പോയിട്ട് രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചാൽ, രാജ്യത്തെക്കുറിച്ച് അപമതിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ വേറൊരു തലത്തിലല്ലേ കാണുക? അതല്ലേ ചൂണ്ടിക്കാണിച്ചത്? ഞങ്ങളും പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്. ഇവിടെ നാട് മുഴുവൻ നടന്ന് കോൺഗ്രസ്സുകാർ അഴിമതി നടത്തിയ കാലഘട്ടം ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾ വിദേശത്ത് പോയിട്ട് ഈ രാഹുൽ ഗാന്ധി പണ്ട് മൻമോഹൻ സിംഗ് പുറപ്പെടുവിച്ച ഓർഡിനൻസ് കയറി കളഞ്ഞ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആരെങ്കിലും വിദേശത്ത് പോയിട്ട് ഇവിടുത്തെ ഇന്ത്യയിലെ ഗവൺമെന്റ് നാണക്കേട് ഉണ്ടാക്കുന്നതാണ്, അപമാനം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു നടന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. അത് ഞങ്ങളുടെ ഒരു സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് ഞങ്ങൾ ഈ രാജ്യത്തെ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അത് കോൺഗ്രസ്സുകാർക്കില്ല. കാരണം ഇവര് എന്നും രാജ്യവിരുദ്ധ നിലപാടിനൊപ്പം നിന്നിട്ടുള്ളൂ. 1947 മുതൽ ഇന്ത്യ ആഗ്രഹിക്കാത്ത വിഭജനം കാഴ്ചവെച്ചത്, ഇന്ത്യയെ വെട്ടിമുറിച്ചത് ഇവരല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കുടുംബത്തിന് വഴിയാധാരമാക്കി ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഇവരുടെ കാലഘട്ടത്തിലല്ലേ? ഇന്ത്യ വിഭജനത്തിന് വഴിവെച്ചത് അധികാരത്തിന് വേണ്ടിയിട്ടല്ലേ? അത് തുടങ്ങിയതാണ് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം. ആ കാലഘട്ടത്തിൽ തന്നെയല്ലേ ചൈനയ്ക്ക് 38,000 കിലോമീറ്റർ ഭൂപ്രദേശം തീരെഴുതി കൊടുത്തത്? പിന്നീട് പാകിസ്ഥാനും ചൈനയുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയെ തുടർന്ന് പിന്നെയും കുറെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കൊടുത്തു. ഏതാണ്ട് 5100 ചില്ലാനം കിലോമീറ്റർ സ്ഥലം. അങ്ങനെ 43,000 കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള ഭൂപ്രദേശം ഇന്ത്യയുടെ ചൈനയ്ക്ക് ദാനം ചെയ്തവരാണ് ഇവർ. എന്നിട്ട് ഇന്നിപ്പോൾ ചൈനയുടെ ദല്ലാളന്മാരെ പോലെ വന്നിട്ട് വിദേശത്തും ഇന്ത്യയിലും സംസാരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇവർ ചൈനയുമായിട്ട് എന്താ ഒപ്പിട്ട കരാറ്, എന്താണ് ഒപ്പിട്ട MOU, അത് വെളിപ്പെടുത്തട്ടെ ഇനിയെങ്കിലും. ഞങ്ങൾ ഇന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഹുൽ ഗാന്ധിയാണല്ലോ ഒപ്പിടുന്നത്, അത് എന്താണെന്ന് വെളിപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് സംശയമുണ്ട് ഇവരുടെ ഇൻറ്റഗ്രിറ്റിയിൽ. രാജ്യത്തെ ഓരോ പൗരനും സംശയമുണ്ട് ഇവരുടെ ഇൻറ്റഗ്രിറ്റിയിൽ. അതിന് 2-3 ഉദാഹരണം കൂടി ഞാൻ പറയാം. മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം 1 ഇഞ്ച് ഭൂമി ചൈനയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഇന്ത്യൻ അതിർത്തിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭൂട്ടാന്റെ അതിർത്തിയിൽ ഡോക്ലാമിൽ ചൈനീസ് പട്ടാളം അണിനിരന്ന സമയം ഓർക്കുന്നുണ്ടോ? അന്ന് ഇന്ത്യൻ പട്ടാളത്തിന്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ചൈനീസ് പട്ടാളത്തിന് ഇറങ്ങി പുറകോട്ട് പോകേണ്ടി വന്നു, മുന്നോട്ട് വന്നതിനപ്പുറത്തേക്ക്. ലഡാക്കിലുണ്ടായ സംഭവം നമ്മൾ കണ്ടതാണ്. ഡോക്ലാമിൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തിന് നേരെ വെടിയുയർത്തി തോക്കേന്തി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ ചൈനീസ് എംബസിയിൽ തലയിൽ മുണ്ടിയിട്ട് രാത്രി പോയതാരാ? രാഹുൽ ഗാന്ധിയല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് പോയത്? ചൈനീസ് എംബസിയിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ചൈനീസ് എംബസിയിൽ രാഹുൽ ഗാന്ധി പോയത് എന്തിനു വേണ്ടിയിട്ടാണ് രഹസ്യമായിട്ട് പോയത്? ഇതൊക്കെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തെ അത്രത്തോളം വിശ്വാസമുള്ളൂ. അത് രാജ്യത്തിൻ്റെ നിലപാടാണ്. അതിൽ ആ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് കാരണങ്ങൾ പലതുമുണ്ട്, പലതും പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങൾ ഇനിയുമുണ്ട്. അത് രാജ്യം ചർച്ച ചെയ്യും നാളുകളിൽ. ഇന്ന് പലരുടെയും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പല വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ, വരട്ടെ ഇനിയും. അതുകൊണ്ട് ഞങ്ങൾ ഇവരെടുക്കുന്ന നിലപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അത് കൗണ്ടർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ഇന്ത്യയിൽ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് 100 സീറ്റ് തികച്ച് കിട്ടിയോ ഇന്ത്യൻ പാർലമെന്റിൽ?
ഇനി അവിടെ നിന്ന് താഴേക്കേ പോകുള്ളൂ. ഈ രാജ്യം മുഴുവൻ നടന്നതാണ്, 4000 കിലോമീറ്റർ നടന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം ലണ്ടനിൽ പോയി പറയുന്നത്, അല്ല അമേരിക്കയിൽ പോയി പറയുന്നത്. എന്താ കിട്ടിയത് 4000 കിലോമീറ്റർ നടന്നിട്ട്? പണ്ടൊരു മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമുണ്ട് അരിപ്രാഞ്ചി എന്ന് പറഞ്ഞിട്ട്, ഓർക്കുന്നുണ്ടോ? ഒരു മലയാള സിനിമയിൽ അരിക്കച്ചവടക്കാരനാണ് പ്രാഞ്ചി. പ്രാഞ്ചിയുടെ പേരിൽ അരിപ്രാഞ്ചി എന്ന് വന്നു. ആ പേര് മാറ്റാൻ വേണ്ടി അയാൾ സ്വർണ്ണക്കട തുടങ്ങി. അപ്പോഴും അരിപ്രാഞ്ചിയുടെ സ്വർണ്ണക്കട എന്ന് നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. അതുപോലെ ലോകം മുഴുവൻ നടന്നാലും അവനവൻ്റെ കാലിൽ നീര് പോകുന്നല്ലാതെ ഇവരുടെ ബുദ്ധി ഒന്നും വികസിക്കാൻ പോകുന്നില്ല. അത്രമാത്രം കോമാളി വേഷമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയിട്ട് കാട്ടിയിട്ടുള്ളത്. അത് രാജ്യത്തിന് അപമാനകരമാണ്. കോൺഗ്രസ്സുകാർ അത് തിരിച്ചറിഞ്ഞാൽ രാജ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. അത്രേ എനിക്ക് ഈ റൗണ്ടിൽ പറയാനുള്ളൂ. അതെ, അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സാം പിട്രോഡ ന്യായീകരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ വിദേശ നയങ്ങളുണ്ട്, അതിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് രാജ്യത്തിനകത്ത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏത് രീതിയിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കാം, പ്രസംഗവേദികളിൽ വിമർശനം ഉന്നയിക്കാം ഭരണകൂടത്തിനെതിരെ. പക്ഷേ ഒരു വിദേശ വേദിയിൽ പോയിരുന്ന് രാജ്യത്തിനെതിരായി സംസാരിക്കുന്ന നയം എത്രത്തോളം അഭികാമ്യമാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് UN അസംബ്ലിയിൽ പ്രസംഗിക്കുന്നതിനായി കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രമേയത്തെ പാകിസ്ഥാൻ എതിർത്ത അവസരത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ചത് വാജ്പേയി ആയിരുന്നു. അദ്ദേഹമാണെന്ന് പ്രസംഗിച്ചത്. അതായത് ഈ പ്രതിപക്ഷ മര്യാദ എന്നുണ്ട്. ഇവിടെ രാഹുൽ എന്ത് നയത്തിലാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതെന്ന് വേണം കാണാൻ. രോഹിണി, ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ശ്രീ അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പ്രധാനമന്ത്രി അല്ലായിരുന്നു, പ്രതിപക്ഷത്തെ സമുന്നതനായ ഒരു നേതാവായിരുന്ന സമയത്ത്, അദ്ദേഹം ജനസംഘം നേതാവായിരുന്ന സമയത്ത് BJP പോലും ഉണ്ടാകുന്നതിന് മുൻപുള്ളൊരു കാലത്താണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ചെന്ന് കാശ്മീർ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവോ പാർലമെൻറ്റിലെ ഒരു കോൺഗ്രസ് അംഗമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ല, മറിച്ച് പ്രതിപക്ഷത്തെ ഏറ്റവും സമർത്ഥനായ വാഗ്മിയെ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനായി കോൺഗ്രസ് നയിച്ച ഗവൺമെൻറ് വിട്ടത്. അത് ജനാധിപത്യ മര്യാദയാണ്, പ്രതിപക്ഷ ബഹുമാനമാണ്. അവിടെയൊക്കെ ഉയർന്നു കണ്ടത് രാജ്യം ഫസ്റ്റ്, കൺട്രി ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ്. ഇതാണ് ആദ്യത്തെ പ്രധാന കാര്യം. അതായത് പ്രതിപക്ഷ നേതാവാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യേണ്ട ചുമതലയാണ് ഭാരതത്തിന് വെളിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആകട്ടെ സഞ്ചരിക്കുമ്പോൾ ഷോക്കേസിങ് ഇന്ത്യ, അതായത് ഏറ്റവും നല്ല ലൈറ്റിൽ, നല്ല ഒരു വെളിച്ചത്തിൽ ഇന്ത്യയെ വിദേശത്ത് അവതരിപ്പിക്കുക. അത് വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വരാൻ ഇടയാക്കും. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ തലപ്പൊക്കത്തിൽ നിൽക്കും. അത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥ രോഹിണി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലോക ഹൈറാർക്കിയിൽ ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥാനം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, റഷ്യയും ഉക്രൈനും ആവശ്യപ്പെടുന്നു ഇന്ത്യയുടെ മധ്യസ്ഥത. ആ ലെവലിലുള്ള ക്രെഡിബിലിറ്റി ആർജിച്ച രാജ്യം, ആ രാജ്യം മോശമാണ്. ഇവിടെ ആഭ്യന്തരമായ വൈരുദ്ധ്യത്താൽ ഇത് ഉഴലുകയാണ് ഈ രാജ്യം. അത് മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഒരു സാംസ്കാരിക സംഘടന എല്ലാ യൂണിവേഴ്സിറ്റി നിയമനങ്ങളെയും വൈസ് ചാൻസലർ നിയമനങ്ങളെയും അട്ടിമറിക്കുന്നു. ഇന്ത്യയുടെ പാഠ്യ പദ്ധതി തന്നെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ക്രമീകരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന ആ ഒരു ബ്ലൂ ചിപ്പ് കമ്പനി, അതൊരു ഇൻഡസ്ട്രിയൽ ടേംസിൽ നോക്കിയാൽ ആ ബ്ലൂ ചിപ്പ് കമ്പനിയെ വെറും കടലാസ കമ്പനിയായി അവതരിപ്പിക്കുന്നതിന് തുല്യമായി വരും. അതുകൊണ്ടാണ് ഇവിടെ ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ വിഷയമല്ല. ശ്രീ രാഹുൽ ഗാന്ധി നല്ല ഒന്നാന്തരമായി സംസാരിക്കുന്ന ആൾ. അദ്ദേഹം വളരെയധികം ഇംപ്രൂവ് ചെയ്ത ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം BJPയെയും പ്രധാനമന്ത്രിയെയും എല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നാടകീയമായ
ഒരു പ്രസംഗം നടത്തിയത് അതൊക്കെ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ തന്നെയാണ്. അതിനകത്ത് കണ്ടന്റും ഉണ്ട്, അതിനകത്തൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യാൻ പര്യാപ്തമാണ്, കുറച്ച് കണ്ടന്റ് ഉണ്ട്, വൈകാരികമായ ഒരു അനുഭവമാണ്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് പാർലമെന്റിന് പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കും, ചിലപ്പോൾ നയങ്ങളെ കടുത്ത വിമർശനം നടത്തും. അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ചാരുത തന്നെയാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ രാജ്യത്തിനുള്ളിൽ, പക്ഷേ രാജ്യത്തിനുള്ളിൽ പറയേണ്ടത് രാജ്യത്തിനുള്ളിൽ തന്നെയാണ് പറയേണ്ടത്, വിദേശ രാജ്യത്ത് പോയല്ല അത് പറയേണ്ടത്. ആ ഔചിത്യ ബോധമാണ് ഒരു നേതാവിനെ ഒരു സ്റ്റേറ്റ്സ്മാനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഒരു നേതാവാകാൻ എളുപ്പമാണ്, പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതായത് രാഹുൽ ഗാന്ധിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്, അക്കാഡമിക്കുകളായ എന്നെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്, ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുന്ന ഒരാളാകുമ്പോൾ ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ മിന്നലാട്ടങ്ങൾ ഉണ്ടാകണം. അത് പ്രഭാഷണത്തിൻ്റെ മേന്മയോ കണ്ടന്റോ മാത്രം പോരാ, അവിടെയാണ് ഔചിത്യബോധം വേണ്ടി വരുന്നത്. ഇവിടെ ഒരു ജനതയെ മൊത്തം ആഭ്യന്തരമായ ഒരു ജനതയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഷോക്കേസിംഗ് ആണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അവിടെ ഓവർസീസ് കോൺഗ്രസിൽ കയ്യടി കിട്ടാൻ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയും, കാരണം ആ പാർട്ടിയുടെ തന്നെ വേദിയാണ്. പക്ഷേ ക്യാമറ കണ്ണുകളുടെ മുമ്പിലാണ്. അവിടുത്തെ വെസ്റ്റേൺ മീഡിയ വളരെയധികം, കാരണം അവർ വളരെ ജിറ്ററിയാണ്. ഡോളറിൻ്റെ മേധാവിത്വം ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഭാവിയിൽ. ഇന്ത്യൻ റുപ്പി ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് ചൈനയെയും ഇന്ത്യയെയും റഷ്യയെയും ബ്രിക്സ് രാജ്യങ്ങളെ പ്രത്യേകിച്ചും വളരെ സംശയത്തോടു കൂടി തന്നെയാണ് ഒരു വെസ്റ്റേൺ എസ്റ്റാബ്ലിഷ്മെന്റ് കാണുന്നത്. അപ്പം ഇവിടെ പുഴുക്കുത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ രാജ്യത്ത് ചെന്ന് ഇവിടെ ചില പോരായ്മകളുണ്ട് എന്ന് അവിടെ പറയുമ്പോൾ അവരുടെ ചില കാതുകൾക്കെങ്കിലും അത് ഇമ്പമാകുകയാണ്. അവരത് പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് വളരെ സരസമായി രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നു. അത് അറ്റ് ഔട്ട്സെറ്റ് നല്ല കാര്യമാണെന്ന് തോന്നാം. അതായത് അമേരിക്ക എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വ്യത്യസ്തമായ 13 സംസ്ഥാനങ്ങൾ, അത് പിന്നീട് 50 സംസ്ഥാനങ്ങളായി മാറി, ഒരു യൂണിയനായി മാറി, അതൊരു ഫെഡറേഷനായി മാറി. അമേരിക്കൻ ഫെഡറേഷൻ്റെ വൈവിധ്യങ്ങളെ നിലനിർത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുന്ന ആ ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് രാഹുൽ ഗാന്ധി സംവിധാൻ എന്നെപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം തന്നെയാണ്. അതിൽ ഭരണഘടനയുടെ ആദ്യത്തെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. 1-ാമത്തെ ആർട്ടിക്കിൾ, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതാണ് സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് സ്വതന്ത്രമായിരുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന, നാട്ടുരാജ്യങ്ങളും പ്രോവിൻസുകളുമായിരുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു പ്രത്യേക ഒരു ഫോർമുലയിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ അമേരിക്കയെ പോലെ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഫെഡറലിസവും അമേരിക്കൻ ഫെഡറലിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഒരു അക്കാഡമിക് കാഴ്ചപ്പാട് കൂടി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറേഷനാണ്. അവിടെ ദേശീയതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അമേരിക്കൻ ദേശീയതയും ഇന്ത്യൻ ദേശീയതയും ഒരേ രീതിയിലല്ല വളർന്നു വന്നത്. ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ദേശീയ പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഒരു ദേശീയ പശ്ചാത്തലമാണുള്ളത്. ആ പശ്ചാത്തലത്തെ ഒന്നിപ്പിക്കുന്ന ദേശീയത, ആ ദേശീയത ഉയർത്തിക്കാട്ടുന്ന ഒരു പക്ഷേ BJPയും RSSും ഒക്കെ അതിനോട് യോജിക്കാതിരിക്കാം. അതിന് യോജിക്കാതിരിക്കുന്നത് ഭാരതത്തിനുള്ളിൽ തീർച്ചയായും RSSോ BJPയോ നടത്തുന്ന ഇങ്ങനെയുള്ള സാംസ്കാരിക ദേശീയതയുടെ പറവിൽ നടത്തുന്ന എല്ലാവരും ഒന്നിക്കണം എന്ന് പറയുന്നതിനെ ഘടകവിരുദ്ധമായിട്ട് നിൽക്കാം. പക്ഷേ വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ച്, അത് ജാതീയവും ഭാഷാപരവും ആയ വൈവിധ്യങ്ങളെ എണ്ണിപ്പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടാണ്. BJPയുടെ കാഴ്ചപ്പാടും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും രണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ തന്ത്രപരമായ ഒരു പിഴവായി വേണം കരുതാൻ. രണ്ടായിരിക്കാം ഒരു പക്ഷേ, ആഭ്യന്തരമായി അത് പറയേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പാലിക്കേണ്ട മിനിമം ചില എറ്റിക്കറ്റ്സ് പാലിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് ചെറിയ വീഴ്ച പറ്റി. പക്ഷേ എന്തു പറയുമ്പോഴും ഒരു കാര്യം, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു 2 വേദികൾ നാളെ എന്ത് പറയും, അതായത് ഇന്നത്തെ ദിവസം, നാളെ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പകൽ സമയമാകാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദിവസം, ഇനി വരാൻ പോകുന്ന ദിവസമാണ് പ്രധാനം. ഈ ദിവസം എന്ന് പറയുന്നത്, അമേരിക്കയിലെ ആ ദിവസം എന്ന് പറയുന്നത് വാഷിങ്ടൺ DC-യിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ സാധ്യതയുള്ള ആളുകളുമായും അനൗപചാരികമായി സംസാരിക്കും. അതാണ് അതിൻ്റെ രീതി. ഒരു പ്രതിപക്ഷ നേതാവ് പോയാൽ പോലും ഭാവി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ
അമേരിക്ക ഉൾപ്പെടെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾ കാണുന്നത് മാൻ ഇൻ വെയിറ്റിംഗ്, എ ഗവൺമെൻറ് ഇൻ വെയിറ്റിംഗ് എന്നാണ് പ്രതിപക്ഷത്തെ പറയുക. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് കമലാ ഹാരിസ് ഇന്ത്യയിൽ വന്നാൽ, ഭാവി പ്രസിഡന്റ് എന്ന നിലയിൽ, അല്ലെ ഡൊണാൾഡ് ട്രംപ് വന്നാൽ അത് ഭാവി പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് അല്ല ഭാവി പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ കാണുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭാവി പ്രധാനമന്ത്രിയെ ഒരുപക്ഷെ അമേരിക്ക കാണും. അവിടെ അദ്ദേഹം ഔപചാരികമായി പറയുന്നത് ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രണ്ട് മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് ഓവർസീസ് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ആണ്, അത് കോൺഗ്രസ്സുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. 2 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ഇതിനൊരു ഔപചാരിക സ്വഭാവത്തേക്കാൾ കൂടുതൽ അനൗപചാരിക സ്വഭാവമാണുള്ളത്. പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംസാരങ്ങൾ ഔപചാരിക സ്വഭാവമുള്ള സംസാരങ്ങളാണ്. അവിടെയും ഇതേ നിലപാടാണ് എടുക്കുന്നത് എങ്കിൽ സത്യം പറഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതാണ് ശ്രീമതി സോയ ജോസഫ്. ഇവിടെ രാഹുൽ ഗാന്ധി ആരെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്? ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പോകുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ടതായ മര്യാദകളുണ്ട്. അത് അവിടെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത് എന്നുള്ളതാണ് വിമർശനം. അല്ല, അത്തരത്തിൽ ഞാൻ നേരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫാക്ടുകളൊക്കെ ഞാൻ വ്യക്തമാക്കി. നിങ്ങൾ ഈ വളച്ചൊടിക്കുന്ന തരത്തിൽ സെൽഫോണിനെ പറ്റി പറഞ്ഞു, ചൈനയെ പറ്റി പറഞ്ഞു എന്നൊക്കെ ഈ നിരന്തരം പറഞ്ഞു വെക്കുന്ന വാദഗതികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് BJPയുടെ പ്രതിനിധി ഉപയോഗിച്ച അല്ലെങ്കിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പ് കൂടി പറഞ്ഞ് തുടങ്ങാവുന്നതാണ്. കാരണം അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി കോപ്രായം കാണിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ആരാണ് കോപ്രായം കാണിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി ഈ നാട്ടിലെ പൊതുജനത്തിന് അറിയാം എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കണം. അപ്പൊ അദ്ദേഹം നേരത്തെ ഞങ്ങൾ ആരും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ആരും വിദേശത്ത് പോയി, വിദേശ സർവകലാശാലകളിൽ പോയി ഇത്തരത്തിൽ ഗവൺമെന്റിനെതിരെ, കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ ആരെയാണ് നിങ്ങളെ ഇൻവൈറ്റഡ് ടോക്സിന് എത്ര BJPയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ടി വരും. പിന്നെ അമേരിക്ക പോലും വിസ നിഷേധിച്ച ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വെക്കേണ്ടതില്ലല്ലോ. പിന്നെ 47 മുതൽ കോൺഗ്രസിന്റെ നിലപാട് രാജ്യവിരുദ്ധമാണ് എന്നുള്ള അങ്ങേയറ്റം മോശപ്പെട്ട ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. പൂർണ്ണമായ വിയോജിപ്പോടുകൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. ആരാണ് 47-ൽ RSSന്റെ നിലപാടെന്തായിരുന്നു? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോടുള്ള നിലപാടെന്തായിരുന്നു? നിങ്ങളുടെ സവർക്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ചെയ്തത് എന്താണ് എന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഇതിനെ വീണ്ടും വീണ്ടും ഞാൻ അത്തരത്തിൽ വീണ്ടും വീണ്ടും ഇകഴ്ത്തി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചരിത്രപരമായ വസ്തുതകളെ പറ്റി പഠിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വലിയ രീതിയിൽ BJPക്കും RSSനും ക്ഷീണം ചെയ്യുമെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ പരിശ്രമിച്ച, സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെയും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഒരു RSSകാരനും BJPക്കാരനും തുനിയേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞു വെച്ചു രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തെ ഷോക്കേസ് ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ പോയി നുണ പറയണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഷോക്കേസ് ചെയ്യുന്നതിലൊന്നും ഞാൻ തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല, കാരണം അതൊരു ഉത്തരവാദിത്തമാണ്, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. പക്ഷേ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്, ഇവിടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുമല്ലോ രാഹുൽ ഗാന്ധി നുണയനാണെന്ന്. അങ്ങനെ നുണയനായി അവതരിക്കപ്പെടേണ്ട യാതൊരു ഗതികേടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ല. അദ്ദേഹം വളരെ കൃത്യമായി, ഞാൻ പറഞ്ഞില്ല അതിൽ ഒരിക്കലും ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ക്യാൻ ടേക്ക് ഓൺ ചൈന എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ ബോധപൂർവം അതിനെ മറക്കുകയാണ്. കാരണം ആ പ്രൊഡക്ഷനെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇത്ര വിഷണറിയായി ഇന്ത്യയിൽ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാൻ ടേക്ക് ഓൺ ചൈന എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇന്നത്തേക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു കാലിക പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണുന്നുമില്ല. കാരണം ഇപ്പൊ വാജ്പേയിയെ വിട്ടതിനെ പറ്റി പറഞ്ഞു. വാജ്പേയിയെ വിടുമ്പോൾ വാജ്പേയിക്ക്
അദ്ദേഹത്തെ പോലെയുള്ള ഒരു സമുന്നതനായ നേതാവിന് യുഎന്നിന്റെ അസംബ്ലിയിൽ പോയി കള്ളം പറയേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോയിട്ടില്ല. അത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഡോക്ടർ മോഹൻ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി, ഇവിടെ RSS ആണ് വൈസ് ചാൻസലേഴ്സിനെ നിയമിക്കുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ RSS ഹൈജാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നു. എന്താ വാസ്തവമല്ലേ? ഇവിടെ ആരാണ് വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നത്? അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട്, പാഠപുസ്തകങ്ങളിലെ ചരിത്ര വസ്തുതകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത്? ഇവിടെ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും ഇഷ്ടമില്ലാത്ത ചരിത്രങ്ങളൊക്കെ ഇന്ത്യയുടെ പാഠപുസ്തകങ്ങളിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇനി ഗോദ്ര കലാപം വേണ്ട, ഇനി ഈ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു വെക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് മറച്ചു വെക്കുക? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിലല്ല. ഇന്ത്യ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. ആളുകൾ വളരെ കൃത്യമായി രാജ്യാന്തര തലങ്ങളിൽ വളരെ കൃത്യമായി ഓരോ വിഷയത്തെ പറ്റിയും പഠനം നടത്തുന്ന, ഓരോ ഭരണകൂടങ്ങളെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന, വളരെ കൃത്യമായി പഠനങ്ങൾ നടക്കുന്ന വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത് എന്ന് കുറഞ്ഞ പക്ഷം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവിടെ പോയി കള്ളം പറഞ്ഞതുകൊണ്ട്, ഈ രാജ്യത്തെ വളരെ മെച്ചപ്പെട്ട നിലയിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഈ പറയുന്ന അതാരാണോ അവതരിപ്പിക്കുന്നത് അവർ പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും അപമാനിതനായി മാറും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ രാജ്യത്തെ പറ്റിയുള്ള വസ്തുതകൾ ആളുകൾ പറയുമ്പോൾ ഉടനെ അവരൊക്കെ രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഈ വൃത്തികെട്ട സമീപനം ആദ്യം നിർത്തേണ്ടതുണ്ട്. ഇവിടെ ഈ ശ്രീമതി സോയ ജോസഫ്, എന്തായാലും ഇനി അടുത്ത ദിവസം ഔപചാരികമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ കൂടിയുണ്ട്. അവിടെയും അദ്ദേഹം ഈ കള്ളം പറയുന്ന ഗതികേടിലേക്ക് വരാതെ രാജ്യത്തെ തന്നെ ഇങ്ങനെ ഇകഴ്ത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവികർ ഭരിച്ച 1075 കൊല്ലത്തിന്റെ കണക്കുകൾ കൂടി സത്യസന്ധമായി എടുത്തു പറയുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പൂർവികർ 1075 കൊല്ലം കൊണ്ട് ഈ രാജ്യം ഭരിച്ചത് കൊണ്ട് ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇകഴ്ത്തലും ഉണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി UN അസംബ്ലിയിൽ പോയി പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള AB വാജ്പേയി കൂടിയാണ് എന്ന് നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ തൊട്ടു മുൻപ് സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് അവിടെ പ്രതിപക്ഷ മര്യാദയാണ് സൂചിപ്പിച്ചത്. ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രതിനിധാനം ചെയ്ത് മറ്റ് രാജ്യങ്ങളുടെ ഒരു സമ്മേളന വേദിയിൽ പോകുമ്പോൾ എത്തരത്തിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മര്യാദയുടെ ഉദാഹരണമായിട്ടാണ് അത് ചൂണ്ടിക്കാണിച്ചത്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. മൂടി വെക്കപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ മറ്റു രാജ്യത്തിന്റെ വിരോധി വരുമ്പോൾ ഇന്ത്യയിലെ മറയ്ക്കപ്പെടട്ടെ എന്ന് തീരുമാനിച്ചത് ആരാണെന്ന് നമ്മൾ ശ്രീമതി സോയ ജോസഫ്, ഇപ്പൊ ബ്രേക്ക് കയറി കഴിഞ്ഞു. മാഡം കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ബ്രേക്ക് ആയി പോയി. ഓക്കെ. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ബംഗ്ലാദേശ് കലാപം ആളിക്കത്തുന്ന സമയത്ത്
ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് ഭാരതത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് അവരുടെ പ്രസ്താവന തന്നെ ഒരുപക്ഷെ ബംഗ്ലാദേശ് പോലെ ഇന്ത്യയിലും ഇത് ആവർത്തിക്കാം എന്നായിരുന്നു. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ് അവർക്ക് ഏത് സമകാലിക സംഭവങ്ങളെയും വെച്ച് എടുത്തുകാട്ടാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങളാണ്, നുണ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം നിരത്തുന്ന കണക്കുകളിലും വസ്തുതാവിരുദ്ധതയുണ്ട്. അവിടെയെല്ലാം ചൈനയെയാണ് അദ്ദേഹം മറുഭാഗത്ത് നിർത്തി പ്രതിഷ്ഠിക്കുന്നത്. ഈ ഭാരതത്തിൻ്റെ ഔന്നത്യങ്ങളെ ഇകഴ്ത്തുന്നതിന് വേണ്ടി മറുഭാഗത്ത് ചൈനയെ സ്വീകരിക്കുന്ന നിലപാട്, അതോടൊപ്പം ഈ കള്ളം പറയേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ സ്വീകരിക്കുന്ന നിലപാട്, ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവരെന്തെല്ലാം പറഞ്ഞാലും അതിന് ഇന്ത്യൻ മണ്ണിൽ ഒരു വിശ്വാസ്യത ഇല്ലാതാകുന്നു എന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഞാൻ ആദ്യം പോലെ പറയുന്നത്, ഇവർക്ക് അത്രേ ക്രെഡിബിലിറ്റി ഉള്ളൂ ഇന്ത്യൻ മണ്ണിൽ, ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ. ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എന്തെല്ലാം ക്യാമ്പയിനുകൾ, കള്ളക്കത്തുകൾ പ്രചരിപ്പിച്ചു. അവസാനം എത്ര സീറ്റ് കിട്ടി കോൺഗ്രസിന്? അത് കാണാതെ പോകാൻ പറ്റുമോ? മാത്രമല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട്, അച്ചീവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വന്ന കാലഘട്ടം ഇതാണ്. വിദേശ നാണ്യ ശേഖരം സർവകാല റെക്കോർഡാണ്. ഗോൾഡ് റിസർവ് സർവകാല റെക്കോർഡാണ്. സെൻസെക്സ് 80,000-ന് മുകളിലാണ് ഇന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ഓഹരി വിപണി, ഇവിടെ വിദേശത്തുള്ള ചില സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യൻ വിപണിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഇവരൊക്കെ കൂടി ശ്രമിച്ചതാ. എന്നിട്ട് 80,000-ന് മുകളിലേക്ക് ഇന്ത്യൻ സെൻസെക്സിന്റെ വിപണി മാറിയെങ്കിൽ അതിൻ്റെ ചെറിയ കാര്യമാണോ? 7% ഗ്രോത്ത് വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ കണക്കല്ല, BJPയുടെ കണക്കുമല്ല. IMF-ഉം വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ഇന്ത്യയുടേതെന്ന്. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കീഴിലല്ലേ? ലോകത്തിലെ 5th എക്കണോമിയാണ് നമ്മൾ ഇന്ന്. വി ആർ ബിക്കമിങ് 3rd എക്കണോമി. അതാണ് ഇന്ത്യയുടെ സ്ഥിതി. അതിൻ്റെ മെച്ചം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അത് പ്രദാനം ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നു എന്നതാണ്. പാവപ്പെട്ടവൻ ഇവിടെ പട്ടിണി കിടക്കുന്നില്ല. ഏതാണ്ട് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ കർഷകർക്ക് 6,000 രൂപ പ്രതിവർഷം നൽകുന്ന സർക്കാരാണ്. അതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഈ കള്ളപ്രചരണം കൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വിദേശത്ത് പോയി ഇന്ത്യക്ക് മേൽ, നരേന്ദ്രമോദിക്ക് മേൽ അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. അത് വിജയിക്കാൻ പോകുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രം വിളിച്ചു കൂവാൻ ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഞങ്ങൾ അതിനൊന്നും പുറത്തുപോയി ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. പലതും പുറത്തു വരുന്നില്ല ഇപ്പോൾ. അത് ഞങ്ങൾ വിളിച്ചു കൂവാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടോ? അതൊക്കെ കോൺഗ്രസും മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, 1947 മുതൽ ഇവരുടെ പ്രവർത്തനം കൊണ്ട് രാജ്യത്തിന് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. ചൈനയ്ക്ക് ഇന്ത്യയുടെ വലിയ ഭൂപ്രദേശം അടിയറ വച്ചത് നെഹ്റുവിൻ്റെ കാലത്താണ്. അതിനുശേഷം ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പേരിൽ മുറവിളി കൂട്ടുന്നു. എങ്ങനെയാണ് ബംഗ്ലാദേശ് ഈ പാകിസ്ഥാൻ ഉണ്ടായത്? ഇവരുടെ പിടിപ്പുകേട് കൊണ്ടല്ലേ. ഗാന്ധിജി പോലും പറഞ്ഞു, എൻ്റെ മൃതദേഹത്തിന് മോളിൽ കൂടിയേ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ പറ്റുള്ളൂ എന്ന്. ഗാന്ധിജിയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനമെടുത്തവരാണ് നെഹ്റു കുടുംബം. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രമാണ് ഞങ്ങൾ NEP-യിലൂടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ അടുത്ത തലമുറ അത് മനസ്സിലാക്കണം. ഇവർ ചെയ്ത പാതകങ്ങൾ മുഴുവൻ അത് ഞങ്ങൾ പഠിപ്പിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു മിനിറ്റിൽ എന്തായാലും സാമ്പത്തിക സുസ്ഥിരത വേൾഡ് ബാങ്ക് അടക്കമുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എപ്രകാരമാണ് എന്നുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഈ കള്ളക്കണക്കുകൾ ഒക്കെ നിരത്തണോ എന്നുള്ളതിൽ നിന്നുപരി നമുക്ക് അഭിമാനിക്കത്തക്കവണ്ണമുള്ള കണക്കുകൾ കൂടി നിരത്തിക്കൂടെ? കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഇനി വരും ദിവസങ്ങളിൽ പല കൂടിക്കാഴ്ചകളുമുണ്ട്. അതിനൊക്കെ ഭാരതത്തെ മുൻനിരയിൽ കൊണ്ടുവരേണ്ട ബാധ്യത കൂടി പ്രതിപക്ഷ നേതാവിനുണ്ട്. ഭാരതം ഇന്ന് അനുഭവിക്കുന്ന ഒരു സ്ഥാനം, ലോക ഹൈറാർക്കിയിൽ അനുഭവിക്കുന്ന ഒരു സ്ഥാനത്തിൻ്റെ
അവകാശികൾ കോൺഗ്രസ് പാർട്ടിയും BJPയും തന്നെയാണ്. തീർച്ചയായും മാറി മാറി വന്ന സർക്കാരുകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ സർക്കാരല്ല മോദിയുടേത്. വാജ്പേയിയുടെ സർക്കാർ ഉണ്ടായിട്ടുണ്ട്. 3 പ്രാവശ്യം, ആദ്യം 13 ദിവസം, പിന്നീട് 13 മാസം, പിന്നീട് 5 വർഷം. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണകാലം, ഇനിയും തുടരാൻ പോകുന്ന 5 വർഷത്തെ ഭരണകാലം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും തീർച്ചയായും ഇന്ത്യയുടെ സമഗ്രമായ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും പുരോഗതിക്ക് തീർച്ചയായും അടിത്തറ പാകിയിട്ടുണ്ട്. ഇവിടെ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന് വിദേശത്തെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അത് ഈ രാജ്യത്തുണ്ടാകുന്ന, ദേശസ്നേഹികൾക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ആ ഒരു അസ്വസ്ഥത മാത്രമാണ് ഇപ്പോൾ പ്രകടമായി മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതാപരമായി തെറ്റൊന്നുമല്ല. കാരണം ചൈന ഒരു പ്രൊഡക്ഷൻ ബേസ് ആണ്. തീർച്ചയായും ഭാരതം പ്രൊഡക്ഷൻ ബേസ് ആകണം, ആ ഒരു നല്ല ഇൻറ്റൻറ്റ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചൈനയെ ഉദാഹരിക്കുമ്പോൾ ചൈനയുടെ പ്രൊഡക്ഷൻ ബേസിൽ അപാകതകളൊന്നും കാണാത്ത, അത് റെജിമെൻറ്റഡ് ഗ്രോത്ത് ആണെന്ന് ഓർക്കണം. അതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലുള്ള സ്വാഭാവികമായ വളർച്ചയല്ല എന്ന് ഓർക്കണം. റെജിമെൻറ്റേഷനിലൂടെ, കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിലൂടെ ഒരു വളരെ ഓപ്പർച്യൂണിസ്റ്റ് നയമായ ഇക്കണോമിക് ക്യാപിറ്റലിസം, പൊളിറ്റിക്കൽ കമ്മ്യൂണിസം, ഇതിൻ്റെ കൺവേർജൻസിലൂടെ ചൈന ഉണ്ടാക്കിയെടുത്ത ഒരു വികസനം, ഒരു പ്രൊഡക്ഷൻ ബേസ്, അവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്താണ്, ഇതൊന്നും തന്നെ പരാമർശിക്കാതെ ആ പ്രൊഡക്ടിവിറ്റിക്ക് ചൈനയാണ് നല്ലത്, ആ മാതൃക ഇന്ത്യ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി അവരെ കണ്ടുപഠിക്കൂ എന്ന വ്യംഗ്യമായ സൂചന പറയുമ്പോൾ അവിടെയാണ് പുരികങ്ങൾ പലപ്പോഴും ചുളിയുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് അല്ല വിഷയം, അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് അവിടെ വിഷയമായി വന്നത്. അതുകൊണ്ടാണ് രോഹിണി, രാഹുൽ ഗാന്ധി വളരെ പ്രതീക്ഷയുള്ളതുകൊണ്ട്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയുണ്ട്, ലോകരാജ്യങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നല്ലൊരു സർക്കാർ മാത്രമല്ല, നല്ലൊരു പ്രതിപക്ഷവുമാണ്. ആ പ്രതിപക്ഷത്തിന് ജോലി ആഭ്യന്തരമായി ഗവൺമെൻറ്റിനെ വിമർശിക്കുക, വിദേശത്തെ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, രാജ്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ ലോകത്തിന് നെറുകയിൽ പ്രതിഷ്ഠിക്കാൻ പ്രധാനമന്ത്രിയോടൊപ്പം പ്രതിപക്ഷ നേതാവിനും കടമയുണ്ട് എന്ന ഓർമ്മിപ്പിക്കലാണ് ഇതുപോലത്തെ ചർച്ചകളുടെ ഉദ്ദേശവും. അതെ, ശ്രീമതി സോയ, സമയക്കുറവുണ്ട്. എന്തായാലും ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ആ കടമ അത് നിർവഹിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും ഞാൻ ആ കാര്യം നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഉത്തരവാദിത്വം ഷോക്കേസിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രാജ്യത്തെ അത്തരത്തിൽ തന്നെയാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തമല്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള, കാരണം ഇതങ്ങനെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. കാരണം വിദേശത്ത് നിന്ന് ഒരു നേതാവ് വരുമ്പോ ഇന്ത്യയിലെ ചേരികളൊക്കെ ഇരുമ്പ് മറ കെട്ടി മറച്ചതുപോലെ നമുക്ക് ഈ രാജ്യത്തെ പറ്റിയുള്ള വിവരങ്ങളെ, വൈജ്ഞാനികമായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് ഇരുമ്പ് മറയ്ക്കുള്ളിൽ മറച്ചു വെക്കാനൊന്നും സാധിക്കുകയില്ല. അത് ഈ ലോകം മുഴുവൻ പരന്നു നടക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത്തരത്തിൽ ഇതിന് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള, കാരണം ഞാൻ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതിൽ യാതൊരു, നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന ഈ 1 മണിക്കൂറത്തെ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള അത്തരത്തിൽ ഒരു വാദത്തെയും എനിക്ക് യോജിച്ചു പോകാൻ സാധിക്കുകയില്ല. അദ്ദേഹം അതൊരൊറ്റ ഉദാഹരണം മാത്രം എടുത്ത് പറഞ്ഞു വെക്കുകയാണ്. ഇത്തരത്തിൽ ഇന്ത്യയെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാക്കണം എന്നുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഗ്രോത്ത് റേറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. രാജ്യം സാമ്പത്തികമായ വികസനം ഉണ്ടാക്കി, സാമ്പത്തികമായി തീർച്ചയായും സമയക്കുറവുണ്ട്. എന്തായാലും രാജ്യം സാമ്പത്തികമായി ഉയരട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മറച്ചു വെച്ച് കെട്ടുന്ന ഇത്തരത്തിലുള്ള ചേരികളല്ല, നമുക്കറിയാം ഒരു രാത്രി കൊണ്ട് ഇടിച്ചു നിരത്താത്ത ചേരികളും ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ജനം ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.